നമ്മുടെ ബ്രേക്കിൻ്റെ ഡിസ്കുകൾ ലെയ്ത്തിൽ കൊടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ സൈഡെല്ലാം ഒന്ന് സ്കിം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിപ്പറിൻ്റെ സ്റ്റേ പിന്നുകളെല്ലാം കൃത്യമായിട്ട് വെൽഡ് ചെയ്ത് മെറ്റീരിയൽ കയറ്റി ബോർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് പിന്നുകളും നല്ല ആക്ഷനിൽ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 1340 രൂപയാണ് ടോട്ടലായിട്ട് ഇൻഡസ്ട്രിയലിൽ ബില്ലായത്. ഇതിൽ റോട്ടർ 480 രൂപയും കാലിപ്പർ പിൻ സെറ്റിംഗ് 760 രൂപയാണ്. രണ്ട് സൈഡിലെ പിന്നുകൾക്ക് 220 രൂപയും ബ്രേക്ക് പാഡിന് 900 രൂപയാണ്. ആദ്യം നമുക്കിനി കാലിപ്പറിൻ്റെ സ്റ്റേ പിടിപ്പിക്കാം. കാലിപ്പറിൻ്റെ സ്റ്റേ 19ൻ്റെ ബോൾട്ടിട്ട് ടൈറ്റാക്കി മുറുക്കി ഉറപ്പിക്കുക. രണ്ട് 19ൻ്റെ ബോൾട്ടാണുള്ളത് മേലെയും താഴെയുമായിട്ട്. അത് രണ്ട് ബോൾട്ടുകളും മുഴുവനായിട്ട് ടൈറ്റാക്കി കൃത്യമായിട്ട് സ്നഗ്ഗാക്കുന്ന രീതിയിൽ നമ്മൾ സീറ്റിംഗ് ആക്കി എടുക്കുകയാണ്. ഇനി ബൂട്ടുകളിട്ട് പിന്ന് സെറ്റ് ചെയ്യാം. പുതിയ ബൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുതിയ ബൂട്ട് ഇട്ട് ഗ്രീസ് വെച്ച് മേലെയും താഴെയായിട്ട് പിന്നുകൾ സെറ്റ് ചെയ്യുകയാണ്. ഈ പിന്നിൻ്റെ ഷേക്ക് മാറ്റാനാണ് നമുക്ക് കൂടുതൽ പൈസ ചിലവായിരിക്കുന്നത്. മേലത്തെ പിന്നിൻ്റെയും താഴത്തെ പിന്നിൻ്റെയും രണ്ട് സൈഡ് ബോർ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 760 രൂപയാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ പിന്നുകൾ നല്ല ആക്ഷനിൽ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ബ്രേക്ക് പാഡിൻ്റെ ക്ലിപ്പുകൾ, ഹാർഡ്വെയറുകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മേലെയും താഴെയും ഇട്ട് കൊടുക്കുകയാണ്. പാഡുകളെ ഷെയ്ക്കാവാതെ നിർത്തുകയാണ് ഈ ക്ലിപ്പിൻ്റെ ധർമ്മം. ഇനി നമുക്ക് പുതിയ ബ്രേക്ക് പാഡുകൾ ഇട്ട് കൊടുക്കാം. കമ്പനി ജെനുവിൻ ബ്രേക്ക് പാഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അകത്തെയും പുറത്തെയും ബ്രേക്ക് പാഡുകൾ ബ്രേക്ക് ഹാർഡ്വെയറിൻ്റെ ചേർത്ത് വെച്ചതിൻ്റെ ശേഷം പഴയ പാഡ് ഇട്ടിട്ട് കാലിപ്പർ നമ്മൾ സ്ക്രൂ പ്രസ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുകയാണ്. ഇങ്ങനെ പിസ്റ്റൺ കംപ്രസ് ചെയ്താൽ മാത്രമേ പുതിയ പാഡ് വരുമ്പോൾ കാലിപ്പർ അതിനായിട്ട് യോജിക്കുകയുള്ളൂ. ഇനി നമുക്ക് 12ൻ്റെ 2 ബോൾട്ടുകളിട്ട് കാലിപ്പർ ടൈറ്റ് ചെയ്യാം. കാലിപ്പറിൻ്റെ മേലെയും താഴെയായിട്ട് 12ൻ്റെ 2 ബോൾട്ടുകളാണ് വരുന്നത്. ഈ ബോൾട്ടുകൾ ഒരു റിംഗ് സ്പാനർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലിപ്പറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വണ്ടിയുടെ ഇടതുവശത്തെ കാലിപ്പർ, ബ്രേക്ക് ഡിസ്ക് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി വലതുവശത്തെ വർക്കാണ്. ബ്രേക്ക് ഡിസ്ക് ഇതേപോലെയാണ് വീൽ നെറ്റിലേക്ക് പിടിപ്പിക്കുന്നത്. ചുമ്മാ അങ്ങ് തള്ളി കയറ്റി വെച്ചാൽ മതി, അതങ്ങ് സീറ്റിംഗ് ആയിക്കോളും. ഇനി നമുക്ക് വലത്തെ സൈഡിലെ കാലിപ്പറിൻ്റെ സ്റ്റേ പിടിപ്പിക്കാം, അഥവാ കാലിപ്പർ ബ്രാക്കറ്റ് പിടിപ്പിക്കാം. അതിൻ്റെ 2 നെട്ടുകൾ നമുക്ക് ഇടത് സൈഡിൽ ടൈറ്റ് ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്യാം. ഇനി വലത് സൈഡിലുള്ള 2 കാലിപ്പർ പിന്നുകൾ ബൂട്ടിട്ട് നമുക്കതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിക്കാം. മേലെയുള്ളതും താഴെയുള്ളതും ഉറപ്പിച്ച ശേഷം നമുക്കിനി കാലിപ്പറിൻ്റെ പിസ്റ്റൺ കംപ്രസ് ചെയ്യാം. കാലിപ്പർ പിസ്റ്റൺ കംപ്രസ് ചെയ്ത ശേഷം കാലിപ്പർ നമുക്ക് ബ്രാക്കറ്റിൽ ഉറപ്പിക്കാം. കാലിപ്പർ സീറ്റിംഗ് ആക്കിയ ശേഷം കാലിപ്പറിൻ്റെ 2 ബോൾട്ടുകൾ, അതായത് 12ൻ്റെ ബോൾട്ടുകൾ മേലെയും താഴെയുള്ള പിന്നിൻ്റെ മേലെ വരുന്നത് പൂർണ്ണമായിട്ടും ടൈറ്റ് ചെയ്യുക. ഇതോടെ 2 ഭാഗത്തെയും ബ്രേക്കിൻ്റെ വർക്കുകൾ മുഴുവനായിട്ടും തീർന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് റീബിൽഡ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഷോക്ക് അബ്സോർബർ 2ഉം ഊരിയിട്ട് ഷോക്ക് അബ്സോർബറിൻ്റെ മേലെ വരുന്ന റൗണ്ട് ബുഷുകൾ മാറ്റുകയാണ്. ആ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരും. അതുവരേക്കും എല്ലാവർക്കും റൈഡ്, മെയിൻറ്റെയിൻ, റിപ്പീറ്റ്.